നമസ്കാരം. പൊതുയാത്രാ സൗകര്യങ്ങളുടെ പരിമിതിയാൽ ജനം വലയുമ്പോൾ കോടികൾ ചെലവഴിച്ച വന്ദേ ഭാരത് ട്രെയിനുകൾ ഓടിക്കാനാവാതെ കട്ടപ്പുറത്ത് കിടക്കുന്നു. സർവീസ് നടത്താൻ അനുയോജ്യമായ റൂട്ട് കണ്ടെത്താനാവുന്നില്ല എന്ന കാരണം പറഞ്ഞാണ് വന്ദേ ഭാരത് ഇനത്തിൽ നിർമ്മിച്ച വണ്ടികൾ വെറുതെ ഇട്ടിരിക്കുന്നത്. 16 വന്ദേ ഭാരത് ചെയർകാർ വണ്ടികൾ ഇങ്ങനെ സർവീസ് നടത്താതെ മുടക്കിയിട്ടിരിക്കുകയാണ്. വന്ദേ ഭാരത് വണ്ടികൾക്ക് മണിക്കൂറിൽ 130 മുതൽ 160 കിലോമീറ്ററിനും ഇടയിൽ വേഗം കൈവരിക്കാനാവുന്ന റൂട്ടുകൾ വേണമെന്നാണ് നിബന്ധന വെച്ചിരിക്കുന്നത്. ഇതിനായി പര്യാപ്തവും സിഗ്നലുകൾ നവീകരിച്ചതുമായ റൂട്ടുകൾ ഇന്ത്യൻ റെയിൽവേയിൽ കുറവാണെന്നാണ് റെയിൽവേ നിലപാട്. കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ റെയിൽവേ യാത്രാ ദുരിതം രൂക്ഷമാണ്, വിശേഷിച്ചും എറണാകുളത്തിനും തൃശൂരിനും വടക്കോട്ട്. ട്രാക്ക് നവീകരണവും സിഗ്നൽ പരിഷ്കരണവും നടപ്പായിട്ടും സർവീസുകൾ പരിമിതമായി തന്നെ തുടരുന്നു. ഗതാഗത പ്രശ്നങ്ങൾ രൂക്ഷമാണ്. കേരളത്തിൽ നിലവിൽ ഓടുന്ന പല വണ്ടികളുടെയും നിലവാരം ശോചനീയമാണ്. ജനശതാബ്ദി എക്സ്പ്രസുകൾ വന്ദേ ഭാരത് മാതൃകയിൽ വലിയ പ്രചാരണത്തോടെ തുടങ്ങിയതാണ്. എന്നാൽ ഇവയിലെ ദീർഘദൂര യാത്ര ദുരിതമാണ്. സീറ്റുകളുടെ സംവിധാനത്തിലും നിർമ്മിതിയിലും യാത്രക്കാരെ പരിഗണിച്ചില്ല എന്നതാണ് മുഖ്യ പരാതി. സീറ്റുകൾ മുന്നിലേക്ക് ചാഞ്ഞുകുത്തി കോച്ചുകളുടെ കാലപ്പഴക്കം കൂടിയായപ്പോൾ യാത്രക്കാർ കൂടുതൽ കഷ്ടത്തിലായി. ലാഭകരമായ റൂട്ട് കണ്ടെത്താൻ കഴിയാത്തതാണ് റെയിൽവേ മറ്റൊരു പ്രധാന കാരണമായി പറയുന്നത്. എന്നാൽ യാത്രക്കാർ കൂടുതൽ വണ്ടികൾക്ക് സാധ്യതയുള്ള റൂട്ടുകളിൽ തന്നെ ആവശ്യത്തിന് വണ്ടികൾ ഇല്ലാത്ത സാഹചര്യമാണ്. ആലപ്പുഴ നിന്നും കണ്ണൂർ വരെ ഓടുന്ന എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ തിരക്ക് കാരണം യാത്രക്കാർ മോഹാലസ്യപ്പെട്ട് വീഴുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്നു. ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് നഷ്ടക്കണക്ക് പറയുന്നത്. എറണാകുളത്തിന് വടക്കോട്ട് ഈ തീവണ്ടിയിൽ പൊതു കമ്പാർട്ട്മെന്റുകളിൽ നിൽക്കാൻ പോലും ഇടം ലഭിക്കാറില്ല. റെയിൽവേ കാണുന്നത് വന്ദേ ഭാരത് സർവീസിന് മറ്റു വണ്ടികളുടെ സമയക്രമത്തെ ബാധിക്കാത്ത രീതിയിലുള്ള റൂട്ടുകൾ കണ്ടെത്താൻ കഴിയാത്തതാണ് മുടക്കമായി പറയുന്നത്. അധികൃതർ പ്രതീക്ഷിച്ചതുപോലെ അതിവേഗ വണ്ടികൾ ഓടിക്കാവുന്ന രീതിയിൽ ട്രാക്കുകൾ നവീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനാൽ നിലവിൽ സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് തീവണ്ടികൾക്ക് വേണ്ടി പല ഹ്രസ്വദൂര വണ്ടികളും പിടിച്ചിടേണ്ടി വരുന്നു എന്നിങ്ങനെ കാരണങ്ങളും ഉന്നയിക്കുന്നുണ്ട്. 8 കോച്ചുള്ള വന്ദേ ഭാരത് വണ്ടി ഓടുന്ന റൂട്ടിൽ പലപ്പോഴും 4-5 വണ്ടികൾ പിടിച്ചിടുന്നു. ഈ വണ്ടികളിൽ യാത്ര ചെയ്യുന്നത് 5000-ഓളം പേരാണ്. 8 കോച്ചുള്ള വന്ദേ ഭാരതിൽ യാത്ര ചെയ്യുന്നത് 500 പേരും. 500 പേർ യാത്ര ചെയ്യുന്നതിനായി 5000-ഓളം പേർ വഴിമാറി കൊടുക്കേണ്ടി വരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇത് വന്ദേ ഭാരത് വണ്ടികൾക്കെതിരെ യാത്രക്കാരിൽ പ്രതികൂല വികാരമുണ്ടാക്കുന്നു എന്നും റെയിൽവേ വിശദീകരിക്കുന്നു. അങ്ങനെയെങ്കിൽ വന്ദേ ഭാരത് തിരക്കേറിയ റൂട്ടുകളിൽ യാത്രയ്ക്ക് ഉപയോഗിച്ചാൽ കേരളത്തിൽ യാത്രാ ദുരിതത്തിന് അല്പം ആശ്വാസം ലഭിക്കുമെന്ന് യാത്രക്കാർ പറയുന്നു. വന്ദേ ഭാരതിന്റെ രാത്രി യാത്രാ വിലക്കിനും വിശദീകരണങ്ങളില്ല. വന്ദേ ഭാരത് ചെയർകാറിന് ഒരു ഭാഗത്തേക്ക് 8 മണിക്കൂർ മാത്രമേ യാത്ര ചെയ്യാൻ കഴിയൂ. അതിനാൽ തന്നെ 8 മണിക്കൂറിൽ യാത്ര അവസാനിക്കുന്ന തിരക്കുള്ള റൂട്ടുകൾ മാത്രമേ തിരഞ്ഞെടുക്കാനാവൂ എന്നും റെയിൽവേ വിശദീകരിക്കുമ്പോൾ യാത്രാ ദുരിതമുള്ള റൂട്ടുകൾ അവഗണിക്കപ്പെടുന്ന സാഹചര്യമാണെന്ന് യാത്രക്കാർ പരാതിപ്പെടുന്നു. നിരക്ക് സൗകര്യങ്ങളുടെ പേരിൽ അർദ്ധരാത്രി മുതൽ രാവിലെ 5 വരെ വന്ദേ ഭാരത് ചെയർകാർ സർവീസ് നടത്തുന്ന പതിവില്ല. വേഗത, സമയക്രമം, ദൂരം എന്നിവയിൽ കടുത്ത നിബന്ധനകൾ വന്ദേ ഭാരതിന് തന്നെ കുരുക്കാവുകയാണ്. യാത്രക്കാർ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതെ കുരുങ്ങിക്കിടക്കുകയും ചെയ്യുന്നു. ഹൈവേ വിപുലീകരണം നിർമ്മാണ ഘട്ടത്തിലായതും കേരളത്തിലെ യാത്രാ ദുരിതം എന്നത്തെക്കാളും രൂക്ഷമാക്കിയിട്ടുണ്ട്. 8 കോച്ചുള്ള വന്ദേ ഭാരത് നിർമ്മിക്കാൻ 52 കോടി രൂപയാണ് ചെലവ്. 800 കോടി രൂപയിലധികം ചെലവഴിച്ച് നിർമ്മിച്ച 16 വന്ദേ ഭാരത് വണ്ടികളാണ് ഇപ്പോൾ നിബന്ധന വെച്ച് തടസ്സപ്പെടുത്തി ട്രാക്കിൽ ഇറക്കാതെ പിടിച്ചു വെച്ചിരിക്കുന്നത്. കോച്ച് നിർമ്മാണത്തിന് 120 കോടി രൂപ ചെലവഴിച്ചിരുന്ന സ്ഥാനത്താണ് റെയിൽവേക്ക് ഇപ്പോൾ പകുതി ചെലവിൽ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയുന്നത്. വന്ദേ ഭാരത് സ്ലീപ്പർ കോച്ചുകൾക്ക് പൊതുമേഖലാ സ്ഥാപനമായ BEML-ന്റെ നിർമ്മാണ കേന്ദ്രത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇപ്പോൾ 67 കോടി രൂപ മാത്രമാണ് ചെലവ് വരുന്നത്. കോച്ചുകളുടെ നിർമ്മാണ ചെലവ് കുറഞ്ഞു, സൗകര്യങ്ങൾ വർദ്ധിച്ചു. കാലത്തിനനുസരിച്ച് ആ സൗകര്യങ്ങളുടെ പേരിൽ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചു നിർത്തുകയാണ്. ഇതിനായി വന്ദേ ഭാരത് പോലുള്ള ബ്രാൻഡിംഗ് തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു. ബംഗളൂരുവിൽ നിന്ന് മധുരയിലേക്ക് പുതിയ വന്ദേ ഭാരത് തുടങ്ങിയതോടെ എറണാകുളം സർവീസ് കൈകാര്യം ചെയ്യാൻ പ്രയാസമാണെന്ന ബംഗളൂരു വിഭാഗത്തിന്റെ പരാതി കണക്കിലെടുത്ത് തൽക്കാലം നിർത്തിയെന്നാണ് റെയിൽവേയുടെ വിശദീകരണം. ആഴ്ചയിൽ 1,50,000-ലധികം യാത്രക്കാരുള്ള ബംഗളൂരു എറണാകുളം റൂട്ട് സ്വകാര്യ ലക്ഷറി ബസ്സുകാരുടെ ലാഭമേഖലയാണ്. ഓണക്കാലത്ത് 5000 രൂപ വരെ AC സ്ലീപ്പർ ടിക്കറ്റ് നിരക്ക് ഉയർത്തിയാണ് സ്വകാര്യ സർവീസുകൾ യാത്രക്കാരെ പിഴിയുന്നത്. ബംഗളൂരു സർവീസിനായി വന്ദേ ഭാരത് റാക്ക് ഫെബ്രുവരിയിൽ കിട്ടിയെങ്കിലും എറണാകുളത്ത് മെയിന്റനൻസ് സൗകര്യമില്ല തുടങ്ങിയ മുട്ടുന്യായം പറഞ്ഞ് കൊച്ചുവേളിയിൽ വെറുതെ ഇട്ടിരുന്നു.
രാജധാനി എക്സ്പ്രസിനെയും മറ്റ് ട്രെയിനുകളെയും അപേക്ഷിച്ച് ലോകോത്തര നിലവാരത്തിലാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സുഖസൗകര്യങ്ങളോടെ യാത്രക്കാർക്ക് ദീർഘദൂരം സഞ്ചരിക്കാനുള്ള സംവിധാനവും ട്രെയിനിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ശരാശരി വേഗതയിൽ രാജധാനി എക്സ്പ്രസിനേക്കാൾ മുന്നിലാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ. 160 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന രീതിയിലാണ് ട്രെയിൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 11 AC 3 ടയർ കോച്ചുകളും 4 AC 2 ടയർ കോച്ചുകളും ഒരു ഫസ്റ്റ് ക്ലാസ് AC കോച്ചും ട്രെയിനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലോകോത്തര നിലവാരത്തിലുള്ള നൂതന സൗകര്യങ്ങളാണ് സ്ലീപ്പർ ട്രെയിനിന്റെ സവിശേഷതകളിൽ ഒന്ന്. ഇതൊക്കെയാണെങ്കിലും വന്ദേ ഭാരത് പകൽ വണ്ടികൾ യാർഡിൽ അവസരം കാത്തു കിടക്കുകയും ചെയ്യുകയാണ്. ഇതൊക്കെ ആരോട് പറയാൻ?